യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട 3 കേസുകളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പൂജപ്പുര ജയിലിൽ കഴിയുന്ന രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് കൂടുതൽ കേസുകളിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിക്കും വരെ സമരം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ തന്നെ തളച്ചിടുക എന്ന ദുരുദ്ദേശത്തോടെയുള്ള നീക്കമാണോ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് പുതുതായി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോലീസിന്റെ നടപടികളുടെ വിശദാംശങ്ങൾ? വേണു, സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു കേസിലുമാണ് മ്യൂസിയം കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പൂജപ്പുര ജയിലിലെത്തിയാണ് പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഈ കേസുകളിൽ രാഹുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നതെന്നാണ് വിശദീകരണം. എന്തായാലും രാഹുലിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം നാളെ കോടതി കേൾക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ തിടുക്കം പിടിച്ചുകൊണ്ട് പോലീസ് ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ സമാനമായ രീതിയിൽ കേസുകളുണ്ടാവും. ഈ കേസുകളെല്ലാം ഇലക്ഷനും മറ്റും വരുന്ന ഘട്ടത്തിൽ ഇവർ കോടതിയിൽ പോയി ജാമ്യം എടുക്കാറാണ് പതിവ്. പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ ഇത്തരത്തിൽ സമാനമായ ഗുരുതര വകുപ്പുകളുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രാഹുലിൻ്റെ കേസിൽ നാളെ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള കാരണമായി പ്രോസിക്യൂഷനെ ഉയർത്തിക്കാണിക്കുന്നതിന് കൂടി വേണ്ടിയാണ് പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും രാഹുലിന് ഇതൊരു കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതുകൂടി കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാരണമാകാം. എന്തായാലും രാഹുലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇന്ന് പത്തനംതിട്ട, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെ 4 ജില്ലകളിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ പോലീസിൻ്റെ നരനായാട്ടുണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. 17-ാം തീയതി ബുധനാഴ്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച്. BV ശ്രീനിവാസ്, ദേശീയ അധ്യക്ഷൻ, തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി രാഹുലിന് ജാമ്യം ലഭിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരാനാണ് തീരുമാനം. അതേസമയം പോലീസ് രാഹുലിനെ കുരുക്കാൻ കൂടുതൽ കേസുകളിൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രേഖകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാനുള്ള ശ്രമത്തിലാണ്. രാഹുലുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളുടെയും വിവരങ്ങൾ കണ്ടോൺമെന്റ് പോലീസ് ശേഖരിക്കുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജിയിലെ വാദം നാളെ സെഷൻസ് കോടതി കേൾക്കും. ഈ ഘട്ടത്തിൽ നമുക്ക് രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നവർ. എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും സംസ്ഥാനം വീണ്ടും വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വേണം. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.